നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ഫേസ്ബുക്കിലെ ബാങ്ക് ട്രാൻസ്ഫറും വയർ ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. പല ആൾക്കാർക്കും ഇത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ മീൻസ് നിങ്ങൾക്ക് $25 ആകുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അതായത് $25 മോണിറ്റൈസേഷൻ ലൈൻ ആവുമ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല. ഈ മാസം 28-ൻ്റെ ഉള്ളിലായിട്ട്, അതായത് ഏപ്രിൽ 28-ൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് $25 നിങ്ങളുടെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് അടുത്ത മാസം, അതായത് മെയ് മാസം 21, 28-ൻ്റെ ഉള്ളിലായിട്ട് ലഭിക്കും. അതാണ് ബാങ്ക് ട്രാൻസ്ഫർ. അതായത് $25 ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ വയർ ട്രാൻസ്ഫർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ $100 ആവണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്താൻ വേണ്ടിയിട്ട്. അതായത് ഈ മാസം 28-ൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ സെക്ഷനിൽ $100 ആയിട്ടുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ സെക്ഷനിലല്ല, നിങ്ങൾക്ക് അത് ഒറ്റ മാസം തന്നെ ആവണമെന്നില്ല, 3-4 മാസം വെച്ചിട്ട് നിങ്ങൾക്ക് $100 ആയാലും കുഴപ്പമില്ല. അത് ഈ മാസം 28-ൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ $100 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് അടുത്ത മാസം മെയ് മാസം 21, 28-ൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഈ 25 ആയാലും 100 ആയാലും എല്ലാം ഒറ്റ മാസം ലഭിക്കണമെന്നില്ല. 2, 3, 4 മാസം കൊണ്ട് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് തൊട്ടടുത്ത മാസം തന്നെ ഈ എമൗണ്ട് ലഭിക്കുന്നതാണ്. വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് IFSC കോഡ് മതിയാവും. അത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷേ വയർ ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് വേണ്ടി വരും. അത് ഒന്നെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും.